കുറെ നാളുകൾക്ക് ശേഷം കൊമേഴ്സ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു എക്സാം നമ്മുടെ മുമ്പിൽ എത്തിയിരിക്കുകയാണ്. കേരള PSC KFC അസിസ്റ്റന്റ് ആണ് ആ പോസ്റ്റ്. സോ ഈ പോസ്റ്റിന്റെ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം നമ്മൾ ഓൾറെഡി മെൻഷൻ ചെയ്തൊരു കാര്യമാണ് കുട്ടികൾക്ക് വേണ്ടിയുള്ള സ്മാർട്ട് സ്റ്റഡി വീഡിയോസ്, അതുപോലെ തന്നെ മോട്ടിവേഷൻ വീഡിയോസ്, ഇതൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുള്ളത്. സോ അതിന്റെ ഭാഗമായിട്ട് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കൊമേഴ്സ് ബേസ്ഡ് ആയിട്ടുള്ള 5 പോസ്റ്റുകൾ, ഞാൻ ലാസ്റ്റ് എഴുതിയുള്ള 5 പോസ്റ്റുകൾ PSCയുടെ. ഈ 5 പോസ്റ്റിലും ഞാൻ എങ്ങനെയാണ് ലിസ്റ്റിൽ പെട്ടത്, എങ്ങനെയാണ് എനിക്ക് കേരള PSC എക്സാം ക്രാക്ക് ചെയ്യാൻ സാധിച്ചേ, ഒരുപാട് കുട്ടികൾക്ക് അത് ഉപകാരപ്പെടും ഞാൻ പ്രതീക്ഷിക്കുന്നു. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം കേരള PSC കോമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ പോസ്റ്റുകൾക്കും ഓൺലൈനായിട്ട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. ലൈവ് ഉണ്ടായിരിക്കും, അതിന്റെ റെക്കോർഡും ആക്സസ് ചെയ്യാൻ സാധിക്കും. MCQ പ്രാക്ടീസ് ഉണ്ടായിരിക്കും, PDF നോട്ട്സ് അവൈലബിൾ ആയിരിക്കും. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. നമ്മുടെ ആപ്പിലൂടെയാണ് ക്ലാസ്സസ് അവൈലബിൾ ആവട്ടോ. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യാം. സോ കേരളം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ ഇപ്പോഴും ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ള ഒരു ജോബ് എന്ന് പറയുന്നത് കേരള ഗവൺമെന്റ് ജോബ് തന്നെയാണ്, നിസ്സംശയം പറയാം. അതിൻ്റെ ആനുകൂല്യങ്ങൾ കൊണ്ടായിരിക്കാം, അല്ലെ, പെൻഷൻ കിട്ടും. പിന്നെ ഇപ്പോൾ ടീച്ചിങ്ങിലേക്കൊക്കെ പോകുന്ന ആൾക്കാർക്കാണെങ്കിൽ അവധി കൂടുതലാണ്. അതല്ലെങ്കിൽ ഗവൺമെന്റ് ജോബ് കിട്ടിയാലും സ്ട്രെസ് എന്ന് പറയുന്നത് സാധാരണ ആൾക്കാർ പറയും മറ്റ് പ്രൈവറ്റ് ജോബിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറവാണ്. പിന്നെ നല്ല ശമ്പളമുണ്ട്, സെക്യൂർഡ് ആണ് എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു നമ്പർ 1 പോയിന്റ് ആയിട്ട് ഇരിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഡിഗ്രി കഴിഞ്ഞ കുട്ടികളാവട്ടെ, PG കഴിഞ്ഞ കുട്ടികൾ, എല്ലാവരും ഉള്ള ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് വരുന്ന എല്ലാ പോസ്റ്റുകളിലോട്ടും എഴുതുന്നത് കേരളത്തിൽ നമ്മൾ സാധാരണ കണ്ടുവരുന്ന ഒരു കാര്യമാണ്. ഏത് പോസ്റ്റ് വന്നാലും ഇപ്പം ഡിഗ്രി ക്വാളിഫിക്കേഷൻ മാത്രം മതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പോയി എഴുതും, അല്ലേ? അങ്ങനെ ഒരുപാട് PSC എക്സാം എഴുതി ഒന്നിലും ലിസ്റ്റിലില്ലാണ്ട് വിഷമിച്ച് നടക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്. അപ്പോൾ അവരുടെ മുമ്പിലോട്ടാണ് എനിക്ക് പറയാനുള്ള, ഞാൻ എങ്ങനെയാണ് പറഞ്ഞു ലാസ്റ്റ് എഴുതിയ ഒരു 5 പോസ്റ്റിൽ ഞാൻ എങ്ങനെയാണ് ലിസ്റ്റിൽ വന്നിട്ടുള്ളത് എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ പറയാനുള്ളൊരു കാര്യം, നിങ്ങൾ PSC എഴുതി ഗവൺമെൻറ് ജോബിലോട്ട് പോകാൻ താല്പര്യപ്പെടുന്ന ഒരു കുട്ടിയാണെങ്കിൽ, കാൻഡിഡേറ്റ് ആണെങ്കിൽ, നിങ്ങളുടെ മേഖല ഏതാണോ, നിങ്ങൾ എന്താണ് പഠിച്ചു കഴിഞ്ഞിട്ടുള്ളത്, അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള പോസ്റ്റുകളിലോട്ട് മാത്രം മെയിനായിട്ട് ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുക. എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷ്യം വെച്ച് മുന്നേറാൻ ശ്രമിക്കുക. അതല്ലാണ്ട് വരുന്ന എല്ലാ പോസ്റ്റുകളിലോട്ടും അപ്ലൈ ചെയ്ത് എല്ലാത്തിനും പോയി എഴുതാൻ നിൽക്കുകയാണെങ്കിൽ നമ്മൾ ഒരിക്കലും എത്താൻ സാധ്യത കുറവാണ്. കാരണം ഓരോ പോസ്റ്റുകളിലോട്ടുമുള്ള സിലബസ് ഡിഫറെൻ്റ് ആണ്. ദെൻ നിങ്ങളിപ്പോൾ ജസ്റ്റ് ഡിഗ്രി മതി എന്ന് പറഞ്ഞിട്ട് ഒരു ബന്ധമില്ലാത്ത പല പോസ്റ്റുകളും പോയി എഴുതി നിൽക്കുക, ജോലി കിട്ടി. നിങ്ങൾ പഠിച്ചതും നിങ്ങൾ ജോലി ചെയ്യാൻ പോകുന്നതുമായിട്ട് അപ്പോൾ അവിടെ ഒരു ബന്ധവും ഉണ്ടാവില്ല. നിങ്ങൾക്ക് ജോലി കിട്ടിയാൽ ഏത് ജോലിക്ക് നിങ്ങൾ പോകാൻ തയ്യാറാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ, അങ്ങനെയുള്ള ആൾക്കാരുണ്ടായിരിക്കാം. ബട്ട് ജോലി കിട്ടണവരെ അങ്ങനെ ഒരു ഇതുണ്ടാവുള്ളൂ. ജോലി കിട്ടി കഴിഞ്ഞാൽ ഒരു ബന്ധമില്ലാത്ത ജോലി ചെയ്യുമ്പോൾ പലർക്കും വെറുത്തു പോകും. ഏത് നേരത്താണാവത് എഴുതിയിട്ട് കിട്ടിയേ, അങ്ങനെ ഇരിക്കും. ഇപ്പോൾ എനിക്കറിയുന്ന ഒരുപാട് പേരുണ്ട്, PG ഒക്കെ കഴിഞ്ഞിട്ട് MCOM ഒക്കെ കഴിഞ്ഞിട്ട് ഈ പറയുന്ന പോലീസ് കോൺസ്റ്റബിളിൻ്റെ എക്സാമൊക്കെ എഴുതി ആദ്യം കിട്ടിയുള്ള ഗവൺമെൻറ് ജോബ് എല്ലാം അതിന് പോയി ഇരുന്നു. അവർക്ക് ഒരു താല്പര്യമില്ലാണ്ട് കോൺസ്റ്റബിളായിട്ട് നല്ല മാർക്കോട് കൂടിയിട്ട് PG ഒക്കെ പാസ്സായത് ആദ്യം വന്ന എക്സാം കോൺസ്റ്റബിളിൻ്റെ ആണെന്ന് പറഞ്ഞിട്ട് അത് എഴുതി ഗവൺമെൻറ് ജോബ് എല്ലാം വെച്ചിട്ട് കയറി. അവനൊക്കെ എനിക്ക് അറിയണ പല കുട്ടികളുണ്ട്, നല്ല ലെവലിലോട്ട് എത്തുന്നതാ. പിന്നെ അഡീഷണൽ കാര്യങ്ങളിലോട്ടൊന്നും പോയില്ല, ലൈഫ് അവിടെ അതിൻ്റെ ഉള്ളിൽ സ്റ്റക്കായി കിടന്നു. സോ നിങ്ങൾ നിങ്ങളുടെ ടേസ്റ്റിൻ്റെ ബേസിലല്ലേ ഇപ്പോൾ ഡിഗ്രിക്ക് ഇപ്പോൾ കോമേഴ്സ് ആവട്ടെ അല്ലെങ്കിൽ സയൻസ് ആവട്ടെ പഠിച്ചിട്ടുണ്ടാവാം. ഇപ്പോൾ BCom BBA അല്ലെങ്കിൽ ഏത് കോഴ്സാണ് പഠിച്ചിട്ടുണ്ടാവുക. അപ്പോൾ ആ സബ്ജക്ട്സുമായിട്ടാണ് നിങ്ങൾക്ക് കൂടുതൽ ടച്ച് ഉള്ളത്. സോ നിങ്ങൾ ചെയ്യേണ്ടത് അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള പോസ്റ്റുകൾ PSC വിളിക്കുമ്പോൾ അതിലോട്ട് പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ജോബായിരിക്കും. ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ജോലി കിട്ടിയാൽ ഹാപ്പി ആയിരിക്കും. ദെൻ എക്സാം എഴുതാൻ പോകുമ്പോഴാണെങ്കിലും അറിയുന്ന കാര്യങ്ങളാണ് അവിടെ പോയിട്ട് എക്സാമിന് അറ്റൻഡ് ചെയ്യേണ്ടത്. ഓൾറെഡി ഡിഗ്രിക്ക് പഠിച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ PGക്ക് പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ് അവിടെ വരുന്നത്. അതല്ലാണ്ട് പലരും ഈ പറയുന്ന പോലെ ഇപ്പോൾ നമ്മുടെ KFC അസിസ്റ്റന്റ് പോസ്റ്റ് എന്ന് പറയുമ്പോൾ അതിൽ BCom ബേസ്ഡ് 10 മൊഡ്യൂൾ എന്ന് പറയുന്നത് നമ്മൾ BComൽ പഠിച്ച കാര്യങ്ങളാ.
അതല്ലാണ്ട് ചന്ദ്രഗുപ്ത മൗര്യൻ്റെ കാര്യമോ GK ഇങ്ങനത്തെ കാര്യങ്ങൾ, ഹിസ്റ്ററി, ജോഗ്രഫി ഇതൊന്നും പഠിക്കാനില്ല. ഞാൻ ആക്ച്വലി 10th കഴിഞ്ഞിട്ട് പഠിച്ചിട്ടില്ല. പല കുട്ടികളും ഈ പറഞ്ഞ പോലെ +2 കഴിഞ്ഞ് ഡിഗ്രി കഴിഞ്ഞ് PSC പ്രിപ്പയർ ചെയ്യാന്ന് പറഞ്ഞിട്ട് 6 മാസത്തിന്റെ പിന്നാലെ പോയിട്ട് ഈ ഹിസ്റ്ററിയും ജോഗ്രഫിയും കാര്യങ്ങളും മൊത്തം പഠിക്കുകയാണ്. നിങ്ങൾ സിവിൽ സർവീസിനാണ് പഠിക്കണമെങ്കിൽ നിങ്ങൾ ഇതൊക്കെ നോക്കിയോളൂ, നോ പ്രോബ്ലം. അതല്ല, നമ്മൾ പഠിച്ച അതേ മേഖലയിലോട്ടാണ് നിങ്ങൾ പോകാൻ നോക്കുന്നതെങ്കിൽ നമ്മുടെ സബ്ജക്റ്റിലോട്ട് കൂടുതൽ ഫോക്കസ് ചെയ്ത് ആ പോസ്റ്റിലോട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം. അതിപ്പോൾ എപ്പോഴും വിളിക്കും എന്നുള്ളതാണ് കുട്ടികൾ എപ്പോഴും ചോദിക്കുക. നേരത്തെ പറഞ്ഞ പോലെ പോസ്റ്റ് ക്രിയേറ്റ് ആയിട്ട് വരണം. അതാണ് നമ്മൾ മുമ്പിലൊരു അൺസർട്ടനിറ്റി എന്ന് പറയുന്നത്. ഒരു 3 വർഷം 4 വർഷം അല്ലെങ്കിൽ 3 വർഷം, ചിലപ്പോൾ മിനിമം 3 വർഷമൊക്കെയാണ് കൂടുമ്പോഴാണ് ഇത് വിളിക്കുക. അപ്പോഴേക്കും നമ്മൾ ക്വാളിഫൈഡ് ആയിട്ട് നിൽക്കുക എന്നുള്ളതാണ്. അതിവിടെ ഒരു അൺസർട്ടനിറ്റിയാണ്. ഓക്കെ, അതിപ്പോൾ ജൂനിയർ അക്കൗണ്ടന്റ് പോസ്റ്റുകൾ, ഇപ്പോൾ അസിസ്റ്റന്റ് പോസ്റ്റ്, ഓഫീസ് അസിസ്റ്റന്റ്, സ്റ്റേറ്റ് ടാക്സ് ഓഫീസർ, അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ കോമേഴ്സ്, ലെക്ചർ ഇൻ കോമേഴ്സ്, പിന്നെ പല പല കോർപ്പറേഷൻസിലുള്ള അക്കൗണ്ടന്റ് പോസ്റ്റുകൾ. ഇപ്പോൾ സ്റ്റേറ്റ് ടാക്സ് ഓഫീസറിന് അപ്ലൈ ചെയ്യണമെങ്കിൽ MCOM കഴിയണം എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് പറയാനുള്ള ഒരു സജഷൻ, അത് നിങ്ങളുടെ ഇഷ്ടപ്രകാരം ചെയ്യാം. ഞാൻ ഫോളോ ചെയ്ത കാര്യമാണ് പറയുന്നത്. നിങ്ങളുടെ സബ്ജക്റ്റ് എന്താണോ അതിലോട്ട് കൂടുതൽ ഫോക്കസ് ചെയ്ത് അത് പ്രിപ്പയർ ചെയ്ത് പോയി എക്സാം എഴുതാൻ ശ്രമിക്കുക. ആ പോസ്റ്റുകളിലോട്ട് കൂടുതൽ ഫോക്കസ് ചെയ്യുക. അതല്ലാണ്ട് അപ്പുറത്ത് വേറെ പോസ്റ്റ് വരുമ്പോൾ ഹിസ്റ്ററിയും ജോഗ്രഫിയും പഠിച്ച് നേരം കളയാൻ പോകരുത്. ഓക്കെ, ഒറ്റയും. അപ്പോൾ നിങ്ങളിപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ അസിസ്റ്റന്റ് പോസ്റ്റ് ഇപ്പോൾ വരുന്നില്ലേ, അതിന് പ്രിപ്പയർ ചെയ്യാൻ നിൽക്കുക. അതിൽ പഠിക്കുന്ന പല കാര്യങ്ങളും തന്നെ ഇല്ലേ. ഇനിയിപ്പോൾ വേറെ ജൂനിയർ അക്കൗണ്ടന്റ് വരുമ്പോൾ കുറേയൊക്കെ അതിലുണ്ടാവും. അപ്പോൾ ഈ നമ്മുടെ സബ്ജക്റ്റിലോട്ട് കൂടുതൽ ഇറങ്ങി കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ പിന്നെ ഏത് പോസ്റ്റുകൾ വന്നാലും ഇപ്പം നെറ്റ് എഴുതാൻ പോവുകയാണെങ്കിൽ അവിടെയും യൂസ്ഫുൾ ആയിരിക്കും. നമ്മുടെ സബ്ജക്റ്റിനെ റിലേറ്റ് ചെയ്തുള്ള കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇങ്ങനെ നമ്മുടെ സബ്ജക്ട് ബേസ്ഡ് ആയിട്ടുള്ള ഏത് പോസ്റ്റുകൾ വന്നാലും നമുക്ക് നല്ല രീതിയിൽ ക്രാക്ക് ചെയ്യാൻ പറ്റും. സിലബസ് പലപ്പോഴും ഓരോ പ്രാവശ്യം ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരും. എന്നാലും നമുക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ ഈ പറയുന്ന കോസ്റ്റ് അക്കൗണ്ടിങ് ആവട്ടെ, മാനേജ്മെന്റ് അക്കൗണ്ടിങ് ആവട്ടെ, ടാക്സ് ആവട്ടെ അറിയുന്നുണ്ടാവില്ലേ, അത് നന്നായിട്ട് എന്ത് ചെയ്യുക, ഒരുങ്ങി വെക്കുക, പ്രിപ്പയർ ചെയ്ത് വെക്കുക. സിലബസ് വരുമ്പോൾ അത് കുറച്ചും കൂടി ഡെപ്തിലോട്ട് പോകാം. ഓക്കെ, ഇതാണ് ആദ്യം പറയാനുള്ള കാര്യം. ഇനി രണ്ടാമത് പറയാനുള്ളത്, ഇപ്പോൾ എൻ്റെ കേസിലോട്ട് വരുന്ന സമയത്ത് ഞാൻ ഈ പറയുന്ന കോമ്പറ്റേറ്റീവ് എക്സാംസ്, ഇപ്പോൾ ജൂനിയർ അക്കൗണ്ടന്റ് പറഞ്ഞു, ഓഫീസ് അസിസ്റ്റന്റ് പറഞ്ഞു, എൻ്റെ വീട്ടുകാർക്ക് വളരെ ഇഷ്ടമുണ്ടായിരുന്നൊരു പോസ്റ്റ് ആയിരുന്നു കേരള ബാങ്കിലെ ഡെപ്യൂട്ടി മാനേജർ പോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള പല പോസ്റ്റുകളും. അപ്പോൾ ഇതൊക്കെ ഞാൻ പോയി എഴുതിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നെറ്റ് തന്നെ ഞാൻ കുറേ പ്രാവശ്യം പോയി എഴുതിയിട്ടുണ്ട്. ഒരു പ്രാവശ്യം കിട്ടിയിട്ടും നമ്മൾ പിന്നെ വരുന്ന നെറ്റ് എക്സാമൊക്കെ എഴുതും. അപ്പോൾ ഇങ്ങനെയുള്ള കോമ്പറ്റേറ്റീവ് എക്സാംസ് ഒക്കെ എന്തിനാണ് എഴുതുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെയൊക്കെ കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ ട്രെൻഡ് അറിയണം നമുക്ക്, എക്സാം എങ്ങനെയുണ്ടെന്നുള്ളത് വേറൊരു കുട്ടി പറയണേക്കാളും ഞാൻ തന്നെ പോയി എഴുതുകയാണെങ്കിലല്ല എനിക്ക് കുറച്ചും കൂടിയും അറിയാൻ സാധിക്കുക. നെക്സ്റ്റ് കോച്ചിങ് വരുമ്പോൾ കുട്ടികൾക്കത് കൺവേ ചെയ്യാൻ സാധിക്കുക. അതൊരു കാര്യം. അതല്ലാണ്ട് നമ്മളിത് എഴുതി ഇതിലെ ലിസ്റ്റിൽ വന്നിട്ട് ഈ ജോലിക്ക് പോകാൻ വേണ്ടിയിട്ടൊന്നല്ല. കാരണം അക്കൗണ്ടന്റ് എന്നൊക്കെ പറയണത് എനിക്കൊന്നും തീരെ താല്പര്യമില്ലാത്തൊരു ജോബാണ്. അതുപോലെ തന്നെ ഈ കേരള ബാങ്ക് ജോബ് എന്നൊക്കെ പറയണത് നമുക്ക് തീരെ താല്പര്യമില്ല. നമ്മുടെ ഇഷ്ട മേഖല എന്ന് പറയുന്നത് ടീച്ചിങ് തന്നെയാണ് അന്നും ഇന്നും. അപ്പോൾ നമ്മൾ ഈ പോയി എഴുതുന്നത് ഈ ജോലി കിട്ടിയിട്ട് പോകാൻ വേണ്ടിയിട്ടൊന്നുമല്ല. വീട്ടുകാർക്ക് അങ്ങനെയുള്ള താല്പര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇത് കിട്ടിയിട്ട് പോകാണ്ടിരുന്നപ്പോൾ അവർക്ക് വിഷമമൊക്കെ ഉണ്ടായിരുന്നു. ഇതെങ്ങനെ ഞാൻ ക്രാക്ക് ചെയ്തെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഞാനിപ്പോൾ ഒരു കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ 10 മൊഡ്യൂൾ അതിലുള്ളത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ക്ലാസ് എടുത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഈ സബ്ജക്റ്റ് നല്ല രീതിയിൽ മനസ്സിലാക്കുന്നുണ്ട്. അതല്ലാണ്ട് വേറെ പ്രിപ്പറേഷൻസിലോട്ടൊന്നും പോകുന്നില്ല. അപ്പോൾ അവിടെ വേണ്ടത് ഇതാണ്, കൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കുക എന്നുള്ളതാണ്. യൂണിവേഴ്സിറ്റിക്ക് നിങ്ങൾ പഠിക്കുന്ന പോലെ ഒരു കാരണവശാലും ഇവിടെ പഠിക്കരുത്. ഞാൻ എപ്പോഴും പറയുന്നതാണ്, സ്മാർട്ട് അപ്രോച്ച് യൂണിവേഴ്സിറ്റിയിൽ പലപ്പോഴും ചെയ്യാറുണ്ട്. നമ്മൾ 2 ദിവസം കൊണ്ട് അല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ട് പഠിച്ച് 80% മാർക്ക് മേടിക്കുന്ന പരിപാടി, ആ പരിപാടി ഇവിടെ നടക്കില്ല. ഇപ്പോൾ MCQ പ്രാക്ടീസ് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും MCQ പ്രാക്ടീസ് ഒക്കെ ചെയ്യുന്നത് നമുക്കൊരു കോൺഫിഡൻസിന് വേണ്ടിയിട്ടാണ്. ബട്ട് ഈ കോമ്പറ്റേറ്റീവ് എക്സാമിൻ്റെ പ്രത്യേകത, നമ്മൾ പഠിച്ച MCQ ചോദ്യങ്ങൾ അല്ലേ കുറേയൊക്കെ പ്രിപ്പയർ ചെയ്ത് പോയിട്ടുണ്ടായിരിക്കും. ആ ചോദ്യങ്ങൾ അതുപോലെ തന്നെ വരലല്ല എക്സാം എന്ന് പറയുന്നത്. നമ്മൾ സബ്ജക്റ്റ് പഠിക്കുന്നു, അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള MCQ പ്രാക്ടീസ് ചെയ്യുന്നു. അപ്പോൾ സബ്ജക്റ്റ് പഠിക്കുമ്പോൾ കൺസെപ്റ്റ് നന്നായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രമേ ഇത് തരത്തിലുള്ള ചോദ്യം വന്നാലും ആൻസർ ചെയ്യാൻ സാധിക്കുള്ളൂ. അതല്ലാണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു, കോമൺ ഡിഗ്രി അല്ലെങ്കിൽ 12th കഴിഞ്ഞിട്ടുള്ള ബേസിലുള്ള എക്സാംസിൻ്റെ പോലെ വല്ല റാങ്ക് ഫയൽ മേടിച്ച് അതിലുള്ള ഡിറക്റ്റ് ചോദ്യങ്ങൾ മൊത്തം പഠിച്ച് ആ ചോദ്യങ്ങൾ വരെ അതിന് ആൻസർ ചെയ്യാം. ആ പരിപാടിയല്ല.
ഇവിടെ സബ്ജക്റ്റ് ബേസ് ചെയ്തിട്ടുള്ള എക്സാംസിലോട്ട് പോകുമ്പോൾ സബ്ജക്റ്റ് നോളജ് ഉണ്ടാവണം. അപ്പോൾ അവിടെ കുത്തിരുന്ന് പഠിക്കലല്ലോ, അതാണ് ഞാൻ പറയുന്നതേ. അവിടെ ഈ ബൈ ഹാർട്ട് പഠിക്കുമ്പോഴാണ് നമുക്ക് അയ്യോ അത് മറന്നുപോയി അങ്ങനെയുള്ള ഒരു ഇത് വരാം. ഇപ്പം ഞാൻ ക്ലാസ് എടുക്കുക എന്ന് പറയുമ്പോൾ ഇപ്പോൾ 10 മൊഡ്യൂൾസ് ക്ലാസ് എടുക്കുമ്പോൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇപ്പോൾ എന്താ 2-3 മാസം നമ്മൾ ഇതിനു വേണ്ടിയിട്ട് കോച്ചിങ് നടത്തുന്നു. ഞാൻ അതല്ല ചെയ്യുന്നത്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. വർഷങ്ങളായിട്ട് നമ്മൾ കൊമേഴ്സ് ആൻഡ് മാനേജ്മെൻറ്റ്, BCom, MCom, MBA അല്ലേ, ഇതിൻ്റെയൊക്കെ കോച്ചിങ് നടത്തുന്നതുകൊണ്ട് തന്നെ ഓട്ടോമാറ്റിക്കലി നമുക്ക് ആ ഒരു എക്സ്പീരിയൻസിൻ്റെ ബേസ് അവിടെ ഉണ്ട്. അതിൻ്റെ ബേസിലാണ് നമ്മൾ ഇതും കോച്ചിങ് കൊടുക്കുന്നത്. നമുക്ക് അതുകൊണ്ട് കുറച്ച് കംഫർട്ടബിൾ ആയിട്ട് വരുന്നു. അത് സത്യം തന്നെയാണ്. നിങ്ങളുടെ കേസിലോട്ടാണെങ്കിലും കൺസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കി പോവുക എന്നുള്ളതാണ്. അതല്ലാണ്ട് റാങ്ക് ഫയൽ മേടിച്ച് കാണാപ്പാടം പഠിക്കുന്നൊരു പരിപാടിയല്ല. MCQ പ്രാക്ടീസ് നിങ്ങൾ ചെയ്താലും അതിലത്തെ ചോദ്യങ്ങൾ അതുപോലെ വരുന്ന ഒരു എക്സാം അല്ല നിങ്ങൾ എഴുതാൻ പോകുന്നത് എന്നുള്ളത് മനസ്സിലാക്കാം. ഒരു ക്വസ്റ്റ്യൻ കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 4 ഓപ്ഷൻ ഉണ്ടെങ്കിൽ അതിൽ ആദ്യത്തേൽ ഒരു ഓപ്ഷനിൽ ആൻസർ ഉണ്ടായിരിക്കും, അതിലിപ്പോൾ പകുതി ആൻസർ ഉണ്ടാവുള്ളൂ. അടുത്തതിലായിരിക്കും മുഴുവനായിട്ടുള്ള ആൻസർ. നമ്മൾ ചിലപ്പോൾ ആദ്യം കാണുന്ന ആൻസർ കാണുമ്പോൾ ഞാൻ പഠിച്ചതിൽ ആൻസർ ഉണ്ടല്ലോ എന്ന് കരുതും. അത് ടിക്കറ്റ് വയ്ക്കുക തെറ്റായിരിക്കും. അപ്പം നമ്മളെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചോദ്യങ്ങളിൽ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ള ഒരു കാര്യമാണ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നതാണ് ഇവിടെ ഏറ്റവും കൂടുതൽ വേണ്ടത്. അക്കാഡമിക് എക്സലൻസിനേക്കാൾ കൂടുതൽ അക്കാഡമിക് കൺസിസ്റ്റൻസിയാണ് PSC എക്സാംസ് ക്രാക്ക് ചെയ്യാൻ വേണ്ടത്. ഇതാണ് നോക്കി വെച്ചോ. അക്കാഡമിക് കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കുക. ഡെയിലി ഇപ്പോൾ 1 മണിക്കൂറേ അല്ലെങ്കിൽ 1.5 മണിക്കൂറേ പഠിക്കണമല്ലോ, 2 മണിക്കൂറേ പഠിക്കണമെങ്കിൽ അത് ഡെയിലി ചെയ്തിരിക്കണം. അവിടെ കോമ്പൗണ്ടിങ് ഇഫക്റ്റ് വരുന്നു അറിയില്ലേ നമ്മൾ. എന്ന് പറഞ്ഞാൽ നന്നായിട്ട് പഠിക്കാൻ കിട്ടുന്ന ഒരു കുട്ടിയാണ് ആദ്യത്തെ 2 ദിവസം പഠിച്ചു, പിന്നെ അവൻ മടി പിടിച്ചിരുന്നു. അതിനേക്കാൾ ഉപരി നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്തു പോകുക എന്നുള്ളതാണ്. എങ്കിൽ നിങ്ങൾക്ക് ഈ PSC എക്സാംസ് ക്രാക്ക് ചെയ്യാൻ സാധിക്കും. പിന്നെ ഏറ്റവും കൂടുതൽ പറയാനുള്ളൊരു കാര്യമാണ് PSC എക്സാംസിലെ സിലബസ് എന്ന് പറയുന്നതിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. സിലബസിൽ നിന്നുള്ള ചോദ്യങ്ങൾ മാത്രമേ വരുള്ളൂ. സിലബസിൽ നിന്ന് വിട്ടിട്ട് ഒരൊറ്റ ക്വസ്റ്റ്യൻ പോലും വരില്ല. വന്നിട്ടുണ്ടെങ്കിൽ അത് ക്യാൻസലായിട്ട് പോവും. പലപ്പോഴും ആദ്യം കണ്ടിട്ടുള്ളതാണ്. പിന്നെ ചോദിച്ച ചോദ്യങ്ങളിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അതും ക്യാൻസലായിട്ട് പോവും. അപ്പം 100 ചോദ്യം അവിടെ ഉണ്ടെങ്കിൽ സിലബസിൽ നിന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. സിലബസിലത്തെ അല്ലാണ്ട് ഒന്നും പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. സിലബസിലത്തെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് കവർ ചെയ്യാനും ശ്രമിക്കുക. ഇതാണ് മറ്റൊരു പോയിന്റ് ശ്രദ്ധിക്കേണ്ടത് ക്രാക്ക് ചെയ്യണമെങ്കിൽ. അതുപോലെ തന്നെ PSC എക്സാം ഇപ്പോൾ ഒരു 1.25 മണിക്കൂർ എന്ന് പറയുമ്പോൾ അവിടെ പല കുട്ടികളുടെ ഭാഗത്ത് നിന്ന് വരുന്ന ഏറ്റവും വലിയ മിസ്റ്റേക്കാണ് ചെല്ലുമ്പോൾ കാണുന്ന ആ 100 ചോദ്യങ്ങൾക്കും കുത്തി പോരാ. നിങ്ങളുടെ എയിം എന്ന് പറയണത് മൊത്തം ടൈം എക്സാമുകളിൽ ഇരുന്നിട്ട് ആ 100 ചോദ്യങ്ങളും കറക്കി കുത്തലോ അല്ലെങ്കിൽ അറിയുന്ന ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും, അറിയാത്തതുണ്ടായിരിക്കും. അപ്പോൾ പലരും ചെയ്യുന്നൊരു കാര്യമാണ്, ചിലപ്പോൾ ആദ്യത്തെ 2-3 അറിഞ്ഞിട്ടുണ്ടാവും, പിന്നെ അറിയുന്നില്ല. അപ്പോൾ പലരുടെ മനസ്സിൽ വരും ഇതിപ്പോൾ എനിക്ക് കുറച്ചേ അറിയണുള്ളൂ, അറിയാത്ത അപ്പുറത്തുണ്ട്. അപ്പം എന്തായാലും വന്ന സ്ഥിതിക്ക് അറിയാത്തത് ചിലപ്പോൾ ഒരു 3-4 കുത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൽ ഏതെങ്കിലും ഒരെണ്ണം അറിയുന്നതാണെങ്കിൽ നമുക്ക് ഫുൾ മാർക്ക് അടിച്ചില്ലേ, ബാക്കിയുള്ള അതിൻ്റെ നെഗറ്റീവ് പോയാലും കുഴപ്പമില്ലല്ലോ. ഇതാണ് എല്ലാവരും ചിന്തിക്കുക. അതിൻ്റെ ബേസിൽ എന്ത് ചെയ്യും, അറിയുന്നതും കുത്തും അറിയാത്തതും കുത്തും. ഏറ്റവും വലിയ അബദ്ധമാണ്, ചെയ്യരുത്. കാരണം മിക്ക കോമ്പറ്റേറ്റീവ് എക്സാമും കേരള PSCയുടെ അതിൻ്റെ കട്ട് ഓഫ് റേഞ്ച് എന്ന് പറയുന്നത് നല്ല ടഫസ്റ്റ് ആയിട്ടുള്ള എക്സാം ഒക്കെ ആണെങ്കിൽ ഇപ്പോൾ 40-50 ഇടയിലൊക്കെ ആവും, അല്ലെങ്കിൽ 50-60. ഏറ്റവും ലിബറൽ ടൈപ്പ് പേപ്പറൊക്കെ ആണെങ്കിൽ ഒരു 50 എബവ് അല്ലെങ്കിൽ 60 റേഞ്ചൊക്കെ ആണെങ്കിൽ ഏറ്റവും സൂപ്പറായി 60 മാർക്സിൻ്റെ അടുത്തൊക്കെയാണ് നിങ്ങൾക്ക് അവിടെ വന്നിട്ടുള്ളതെങ്കിൽ നിങ്ങളവിടെ ലിസ്റ്റിലോട്ട് എത്തിക്കഴിഞ്ഞു. അപ്പോൾ ചിലപ്പോൾ ഞാൻ പറഞ്ഞില്ലേ 40 ഒക്കെ ആയിരിക്കും കട്ട് ഓഫ് വയ്ക്കുക. ഇപ്പോൾ അസിസ്റ്റൻറ്റ് പ്രൊഫസറിൻ്റെ ഒക്കെ പോസ്റ്റിന് 32-35 ഒക്കെ ആയിരുന്നു കട്ട് ഓഫ് ഉണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ കട്ട് ഓഫ് പലപ്പോഴും ഒരു ആവറേജാണ് വരെ മാർക്ക്. സോ നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അറിയുന്നത് മാത്രം കുത്തുക. അറിയുന്നത് മാത്രം. അപ്പോൾ അറിയുന്നത് മാത്രം കുത്തിയിട്ട് ചിലപ്പോൾ ഒരു 60 ശരിയാവുകയാണെങ്കിൽ ചിലപ്പോൾ 2 തെറ്റിപ്പോയാലും നോ പ്രോബ്ലം. അറിയാത്തത് തുടരുത്. അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു. അവിടെ ഇപ്പോൾ ഒരു 35 പോയി, നോ പ്രോബ്ലം. 40 നോക്കിയില്ല, നോ പ്രോബ്ലം. അറിയുന്നത് മാത്രം നോക്കുക, അത് മാത്രം കുത്തിപ്പോരാ. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് PSC ക്രാക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. അറിയാത്തത് കുത്തി നെഗറ്റീവ് മാർക്ക് മേടിച്ച് വയ്ക്കരുത്. അങ്ങനെ ചെയ്തു പോവുകയാണെങ്കിൽ ആ ഒരു
1.25 മണിക്കൂർ 90 മിനിറ്റിൽ നിങ്ങളുടെ ഒരു പ്രസൻസ് ഓഫ് മൈൻഡിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. പല കുട്ടികൾക്കും അത് കയ്യിൽ നിന്ന് പോകുന്നുള്ളതാണ്. എത്ര പറഞ്ഞു വിട്ടാലും അവിടെ എത്തുമ്പോൾ ഒക്കെ കുത്തി പോരും. ആ 90 മിനിറ്റിൻ്റെ ആ പ്രസൻസ് ഓഫ് മൈൻഡില്ലേ, അതിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. സമയമാണെങ്കിൽ ക്വിക്കായിട്ട് പോവുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരുങ്ങിപ്പോകണം. ഈ 90 മിനിറ്റ് എങ്ങനെയായിരിക്കണം എക്സാം ഹോളിൽ നിങ്ങൾ ഇരിക്കേണ്ടതെന്നുള്ള അതിനൊക്കെയാണ് ഈ പറയുന്ന അതിനൊക്കെ വേണ്ടിയിട്ട് ഈ PSC എക്സാം എങ്ങനെയാണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് പോയി എക്സാം എഴുതാം. സ്റ്റാർട്ടിങ്ങിൽ വേണമെങ്കിൽ ഇപ്പം ഞാനൊക്കെ പറഞ്ഞു വരുന്ന എല്ലാ എക്സാംസൊക്കെ എഴുതാറുണ്ട് എന്നുള്ളത്. മെയിനായിട്ട് നമ്മുടെ ഈ പോസ്റ്റുകളാണ്. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ മെയിനായിട്ട് ഡിസ്കസ് ചെയ്തത് ഞാൻ എങ്ങനെ ഈ പറയുന്ന 5 പോസ്റ്റുകൾ ലാസ്റ്റ് എഴുതിയിട്ടുള്ള 5 PSC പോസ്റ്റുകൾ ക്രാക്ക് ചെയ്തു എന്നുള്ളതാണ്. അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ സബ്ജക്റ്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള പോസ്റ്റുകൾ മാത്രമേ ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഈ പറഞ്ഞ പോലെ ആ മേഖലയിൽ ഞാൻ കുറച്ച് എക്സ്പേർട്ടായിരുന്നു. അതുകൊണ്ട് എന്ത് ചെയ്തു, നമ്മൾ ക്രാക്ക് ചെയ്തു. പിന്നെ എനിക്ക് എഴുതിയ എക്സാം ആ പോസ്റ്റുകളിലേക്ക് ഒന്നും കിട്ടിയ ജോബ് താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ പോയില്ല. അത് എഴുതാൻ പോകുമ്പോഴും താല്പര്യം ഉണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞതാണ്, നമ്മുടെ കോച്ചിങ്ങിൻ്റെ ഭാഗമായിട്ട് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോയി എക്സാം എഴുതിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഒരു എക്സാം എഴുതാൻ പോകുമ്പോൾ ആ പോസ്റ്റ് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം പോയി അറ്റൻഡ് ചെയ്യുക. അറ്റൻഡ് ചെയ്യുന്നതിനേക്കാൾ മുമ്പ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ശ്രദ്ധിച്ച് പോവുകയാണെങ്കിൽ നിങ്ങൾക്കും ഇത് പോസിബിളാണ്. ഓക്കെ, സോ എന്ത് സംശയങ്ങളുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS signing off. Have a nice day. Thank you.